നമസ്കാരം. ഞാൻ ആൾ കേരള മെൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉമാ മഹേശ്വരൻ. ഞാൻ ഇന്ന് ഈ വീഡിയോ വരാൻ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിനോട് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറയുവാനാണ്. സാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അപ്പോൾ മനസ്സിലാക്കുന്നത്, സർ, ഈ സമൂഹം എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമാണോ? ഒരു സമൂഹം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും അടങ്ങുന്നതാണ് ഒരു സമൂഹം. ഇരിക്കട്ടെ, അങ്ങനെയെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ഓരോ പൗരനും, സ്ത്രീയായാലും പുരുഷനായാലും, അവർക്ക് സൗജന്യ യാത്ര എന്തേ കൊടുത്തുകൂടാ? സ്കൂൾ വിദ്യാർത്ഥികൾ, കുട്ടികൾ, അവർക്ക് എന്തേ സൗജന്യ യാത്ര കൊടുത്തുകൂടാ? അത് സാർ സ്ത്രീകൾക്ക് മാത്രം? അതാണോ ശരി? ഒന്ന് ആലോചിച്ചൂടെ? 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ യാത്ര, സ്കൂൾ കുട്ടികൾക്കും സൗജന്യ യാത്ര. ഈ സമൂഹത്തിന്റെ നിലനിൽപ്പ്, ഈ കാലത്തിന്റെ, ഈ ലോകത്തിന്റെ നിലനിൽപ്പെ ആണുങ്ങൾ ജോലി ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ടാക്സ് ആണ് ഈ സമൂഹത്തിന് നിലനിൽപ്പ്. അതെന്തേ മറന്നു പോകുന്നു? സ്ത്രീകൾക്ക് മാത്രം സംരക്ഷണമോ? സ്ത്രീ സംരക്ഷണം എന്താണ് സാർ? സ്ത്രീ സംരക്ഷണം ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ വയസ്സായ മാതാപിതാക്കളുടെ ഏക ആശ്രയമായ കോഴിക്കോട്ടുകാരൻ ദീപക് ആത്മഹത്യ ചെയ്യാനുണ്ടായ സംഭവം എന്താണ് സാർ? അയാൾ പുരുഷനല്ലേ? കുടുംബത്തിൻ്റെ അത്താണിയല്ലേ? ഈ ലോകം മൊത്തം കണ്ടതാണ് ദീപകിൻ്റെ ദുഃഖവാർത്ത. ആ വീഡിയോ ഏതാണ്ട് 6 മാസത്തോളമായി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്, കുട്ടിക്കാലത്ത് ബസ്സിൽ കയറിയപ്പോൾ കണ്ട ഒരു ഓർമ്മ. ഒരു ബസ്സിൻ്റെ ഉൾഭാഗം 2ആയി തിരിച്ച്, മുൻഭാഗം സ്ത്രീകളും പിൻഭാഗം പുരുഷന്മാരും. പ്രശ്നമില്ല, ഒരു പുരുഷനും ആത്മഹത്യ ചെയ്യേണ്ട, യാതൊരു പ്രശ്നമില്ല. നമ്മളെല്ലാവരും കണ്ടതാണ് ആ കുടുംബത്തിൻ്റെ വിഷമം. എല്ലാവരും വിഷമിച്ചവരാണ്. എന്നാൽ 6 മാസം പോലും ആയില്ല ആ സംഭവത്തിന് കാരണക്കാരിയായ സ്ത്രീ, ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ലൈവാണ് ഇപ്പോഴും. ദൃശ്യം 3 സിനിമ കണ്ട് വളരെ സന്തോഷവതിയായി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. എന്താണ് സാർ ഇവിടുത്തെ നിയമം? ആ കുടുംബത്തിന്റെ അത്താണി മരിച്ചിട്ട് 6 മാസം പോലും ആയില്ല. എന്താണ് സാർ ഇവിടുത്തെ നിയമം? ഇതാ ഞങ്ങള് 10-15 വർഷം കൊണ്ട് നിരന്തരം പറയുന്നത്, ഇവിടെ ഒരു പുരുഷ അവകാശ കമ്മീഷൻ കൂടിയേ തീരൂ. പുരുഷ കമ്മീഷൻ. ഇവിടെ വനിതാ കമ്മീഷനുണ്ട്, യുവജനക്ഷേമ കമ്മീഷനുണ്ട്, മറ്റെല്ലാ കമ്മീഷനുണ്ട്. പുരുഷന്റെ ആവലാതികൾ കേട്ട് അതിന് വേണ്ട നടപടിയെടുക്കുവാൻ ഇവിടെ നിയമം ഒരു വ്യവസ്ഥയില്ല. പുരുഷ കമ്മീഷൻ അനിവാര്യമാണ് ഇവിടെ. അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും അതിനു വേണ്ടിയുള്ള പുരുഷാവകാശ കമ്മീഷൻ വേണമെന്നുള്ള ഒരു നടപടി സാർ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.